റാണയെ ഡൽഹിയിൽ എത്തിക്കുമെന്ന് തന്നെയാണ് വിവരം. കനത്ത സുരക്ഷാ വലയത്തിലാണ് തലസ്ഥാനമെങ്ങും. റാണയെ NIA ആസ്ഥാനത്തെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുക. ചോദ്യം ചെയ്യാൻ 12 അംഗ സംഘത്തിനാണ് NIA രൂപം നൽകിയിരിക്കുന്നത്. അതിൽ 2 IG-മാരും ഒരു DIG-യും ഒരു SP-യുമാണുള്ളത്. ബാലഗോപാൽ വിവരങ്ങളുമായിട്ട്. ബാലഗോപാൽ, സ്ഥിരീകരണങ്ങൾ വരുന്നുണ്ടോ? ഇയാൾ ഇപ്പോൾ എവിടെയാണ് എന്ന് സംബന്ധിച്ച് NIA ഓഫീസിലേക്ക് എപ്പോൾ എത്തിക്കും? ഇന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമോ? എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്ന വിവരം? തഹാവൂർ റാണയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതീവ രഹസ്യമായിട്ടാണ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. റാണയെ വഹിച്ചുകൊണ്ടുള്ള വിമാനം ഉച്ചയ്ക്ക് 2:30 മണിക്കോടുകൂടി ഡൽഹിയിലെ പാലം എയർബേസിലുള്ള ഈ എയർഫോഴ്സ് സ്റ്റേഷനിൽ ലാൻഡ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ആ വാർത്ത സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് 6 മണിക്ക് ശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ വിമാനം ഡൽഹിയിൽ ലാൻഡ് ചെയ്യുക എന്നതാണ്. ലാൻഡ് ചെയ്താലുടൻ തന്നെ ഈ തഹാവൂർ റാണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. NIA അറസ്റ്റ് രേഖപ്പെടുത്തുന്നതായിരിക്കും. ഇതിന് ശേഷമായിരിക്കും NIA ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നത്. ഏതാണ്ട് 8 മണിയോടുകൂടി NIA ആസ്ഥാനത്ത് എത്തിച്ചേക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇതിനുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ അതീവ രഹസ്യമായിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ റാണയെ ഇന്ത്യയിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം അക്കാര്യം NIA രേഖാമൂലം ചിലപ്പോൾ മാധ്യമങ്ങളെ മറ്റും അറിയിക്കുവാനുള്ള സാധ്യത മാത്രമാണ് നിലവിലുള്ളത്. ഈ തഹാവൂർ റാണയെ ഡൽഹിയിലെ പട്ടിയാല ഹൗസ് കോടതിയിൽ ഹാജരാക്കാനാണ് സാധ്യത. കാരണം ഡൽഹിയിൽ ഈ NIA-യുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നത് പട്ടിയാല ഹൗസ് കോടതിയിലെ NIA കേസുകൾ കേൾക്കുന്ന പ്രത്യേക ജഡ്ജിയാണ്. അദ്ദേഹത്തിന് മുമ്പാകെ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങുകയോ അതല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുകയാണ് ചെയ്യുക. കസ്റ്റഡിയിൽ വാങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായും NIA-യുടെ ആസ്ഥാനത്ത് തന്നെ അദ്ദേഹത്തെ ഇന്ന് പാർപ്പിക്കാനാണ് സാധ്യത. അതല്ല ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് വിടുന്നതെങ്കിൽ ഈ തഹാവൂർ റാണയെ തിഹാർ ജയിലിലേക്ക് മാറ്റാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ അത് ഇന്ന് രാത്രി ആയതിനാൽ അത് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അത് നാളെ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ശരി ബാലു, എന്തായാലും ബസന്ത് കൂടി തുടരുന്നുണ്ട്. ബസന്ത്, കാര്യങ്ങളെല്ലാം അതീവ രഹസ്യമായി അത്രത്തോളം സുരക്ഷയോടെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തഹാവൂർ റാണ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. മുംബൈ ഭീകരാക്രമണ കേസിൽ വിട്ടുപോയ പല കണ്ണികളായിട്ടുള്ള ആരുടെയൊക്കെ കൂടുതൽ പങ്ക് ലഭിച്ചിട്ടുണ്ട്, മറ്റെവിടെയെങ്കിലും കൂടുതൽ ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നോ, കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. തഹാവൂർ റാണയിൽ നിന്ന് ആ വിവരങ്ങളെല്ലാം ലഭ്യമാകും എന്നാണ് അന്വേഷണ സംഘം ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഈ കേസിന്റെ നാൾ വഴികൾ കൂടി പറഞ്ഞു പോകാം. बसंत केलगामो ഞാനിപ്പോൾ നിൽക്കുന്നത് NIA ആസ്ഥാനത്താണ്. അല്പസമയത്തിനകം ഇവിടെ തഹാവൂർ റാണയെ എത്തിക്കുമെന്നുള്ളൊരു സൂചനയാണുള്ളത്. 6 മണിയോടുകൂടി അദ്ദേഹം തഹാവൂർ റാണ ഡൽഹിയിലെത്തുകയും അവിടെ നിന്ന് ഒരു 8 മണിയോടുകൂടി NIA ആസ്ഥാനത്ത് തഹാവൂർ റാണയെ എത്തിക്കുമെന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇവിടെ പോലീസിൻ്റെ സുരക്ഷാ സന്നാഹങ്ങളൊക്കെ ശക്തമാക്കിയിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. NIA-യുടെ ഡയറക്ടർ ജനറൽ അല്പസമയം മുമ്പ് ഇവിടെ എത്തി അകത്ത് കയറിയിട്ടുണ്ട്. NIA-യുടെ തന്നെ 2 സംഘം ഒരു അരമണിക്കൂർ മുമ്പ് ഇവിടെ നിന്നും ഡൽഹി വിമാനത്താവളത്തിലേക്ക്, അതായത് പാലത്തെ എയർഫോഴ്സ് ബേസിലേക്ക് പോയിട്ടുണ്ട്. അതാണ് നേരത്തെ ബാലു പറഞ്ഞത്, NIA-യുടെ ഒരു സംഘം അവിടെ എത്തി എന്നുള്ള വിവരം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ തഹാവൂർ റാണ വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക വിമാനം 6 മണിയോടുകൂടി ഡൽഹിയിലെത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെ ഇറങ്ങി അല്ലെങ്കിൽ ആ വിമാനം ഡൽഹിയിലെത്തി എന്നുള്ള ചില വാർത്തകൾ വന്നിരുന്നു. അത് സ്ഥിരീകരിക്കാൻ NIA തയ്യാറായിട്ടുമില്ല. ഇപ്പോൾ 6 മണിക്ക് ആ വിമാനം എത്തുമെന്നുള്ളൊരു സൂചനയാണ് ഉള്ളത്. ഏതായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ചില ഈ തഹാവൂർ റാണയുടെ സാന്നിധ്യം NIA-യ്ക്കും മറ്റ് അന്വേഷണ ഏജൻസികൾക്കും എന്തുകൊണ്ടാണ് ആവശ്യം എന്നുള്ളതാണ്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഈ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ട്, ചില കണ്ണികൾ വിട്ടുപോയിട്ടുണ്ട്. അത് കണ്ടെത്തേണ്ടതുണ്ട്. ഗൂഢാലോചന എന്ന് പറയുന്ന ഒരു ഭാഗം കുറച്ചുകൂടി വിശദമായി കണ്ടെത്തേണ്ടതുണ്ട്. അത് പരിശോധിക്കേണ്ടതുണ്ട്. കസബ് എന്ന് പറയുന്ന ഒരു ഭീകരവാദിയിൽ
മാത്രമല്ല അത് ഒതുങ്ങുന്നത്. അതിന് മുകളിലേക്ക് ഇത് ഏതെല്ലാം തലത്തിൽ ഇതിൻ്റെ കണ്ണികൾ നീങ്ങിയിട്ടുണ്ട്, ഈ ഗൂഢാലോചനയുടെ ഭാഗം പോയിട്ടുണ്ട്, പാകിസ്ഥാൻ്റെ നേരിട്ടുള്ള പങ്ക് എന്തൊക്കെയാണ്, ISIയുടെ പങ്ക് എന്തൊക്കെയാണ്, അതിൽ ഇന്ത്യയിലുള്ള ആരെങ്കിലും ഇതിന് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അതായത് ഇവരെയൊക്കെ നിയന്ത്രിച്ചിരുന്നത് ആരൊക്കെയാണ് ഇന്ത്യയിലെത്തുമ്പോഴേക്കും. നേരത്തെ ലോക്നാഥ് ബെഹ്റ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞ പോലെ കൊച്ചിയിൽ വരെ തഹാവൂർ റാണ എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രാദേശികമായിട്ടുള്ള ആരെങ്കിലും എന്തെങ്കിലും പരിചയം അവിടെ ലഭിച്ചിരുന്നോ എന്നുള്ളതാണ്. ഇന്ത്യയിൽ എന്തെങ്കിലും സഹായം ലഭിച്ചത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ട ആവശ്യമുണ്ട്. അത് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ NIAക്ക് മുന്നിലുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു കസ്റ്റഡിയൽ ഇൻ്ററോഗേഷൻ തന്നെ ചോദിക്കുന്നത്. നേരത്തെ NIA SP ആയിരുന്ന രാജ്മോഹൻ പറഞ്ഞ പോലെ ഇതിൽ 9 പേരാണ് കുറ്റപത്രത്തിലുള്ളത്. ആദ്യത്തേത് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി, രണ്ടാമത്തേത് തഹാവൂർ റാണ. അപ്പോൾ ഈ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത്. പക്ഷേ അതിന് പുറമെ ആരെങ്കിലുമൊക്കെ ഈ ഗൂഢാലോചനയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇന്ത്യയിലെ പങ്ക്, ഇന്ത്യയിൽ ആരെങ്കിലുമൊക്കെ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തേണ്ടതാണ്. ഏതായാലും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്കൊപ്പം ഈ മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുമ്പോൾ അതൊരു വലിയ നയതന്ത്ര വിജയം തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. കാലങ്ങളായിട്ടുള്ള ഒരു നിയമ പോരാട്ടം തന്നെയായിരുന്നു അതവിടെ നടന്നിരുന്നത്. അവസാനം US സുപ്രീം കോർട്ടാണ് അല്ലെങ്കിൽ കോടതിയാണ് അദ്ദേഹത്തെ അല്ലെങ്കിൽ തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് കൈമാറാനായി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പ്രത്യേക സംഘം പ്രത്യേക വിമാനത്തിൽ അമേരിക്കയിലേക്ക് പോകുകയും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്. ഏതായാലും കനത്ത സുരക്ഷയിലായിരിക്കും വിമാനത്താവളത്തിൽ നിന്നും NIA ആസ്ഥാനത്തേക്കുള്ള തഹാവൂർ റാണയുടെ വരവ്. വലിയ തോതിൽ കമാൻഡോ വിന്യാസം തന്നെ ഈ റൂട്ടിലാകമാനം തന്നെ ഉണ്ട്. സുരക്ഷിതത്വം ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇത്തരത്തിലുള്ളൊരു കൊടും ഭീകരനെ കയ്യിൽ കിട്ടുമ്പോൾ അതീവ സുരക്ഷയോടുകൂടിയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഡൽഹി പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലിൻ്റെ ക്രൈംബ്രാഞ്ചിൻ്റെ കമാൻഡോകളുടെയും ഒക്കെ തന്നെ സഹായം ഇതിനായിട്ട് ഇപ്പോൾ ലഭിച്ചിട്ടുമുണ്ട്. NIA ആസ്ഥാനത്ത് സുരക്ഷാ സന്നാഹങ്ങൾ വലുതായി കൂട്ടിയിട്ടുമുണ്ട്. ബസന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബാലഗോപാൽ തുടരുന്നുണ്ട്. ബാലഗോപാൽ, ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുള്ള ഏക പ്രതികരണം ഞങ്ങൾക്ക് അയാളുമായി ബന്ധമില്ല, അയാൾ കനേഡിയൻ പൗരനെന്നാണ്. പക്ഷേ പാകിസ്ഥാൻ സൈന്യത്തിൽ ഡോക്ടറായി സേവനം അനുഷ്ഠിച്ച് തുടങ്ങിയ ആളാണ് ഈ മാതിരി ക്രൂരതകളിലേക്കൊക്കെ പോയത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മുംബൈ ഭീകരാക്രമണമാകട്ടെ, ഇന്ത്യയിലെ പല ആക്രമണങ്ങൾക്കും ചുക്കാൻ പിടിച്ച അല്ലെങ്കിൽ അതിന് സഹായം നൽകിയ പലരും പാകിസ്ഥാനിൽ പലയിടങ്ങളിലായി അജ്ഞാതരുടെ വെടിയേറ്റ് മരിക്കുന്നതും കണ്ടതാണ്. ഈ തഹാവൂർ റാണയെ കൊണ്ടുവരുമ്പോൾ പാകിസ്ഥാന് മുട്ടിടിക്കുന്നുണ്ടാകുമോ? പാകിസ്ഥാനിലെ കൂടുതൽ ആളുകളിലേക്ക് തഹാവൂർ റാണയിലൂടെ എത്താൻ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിയുകയും ചെയ്യും. ദിവിഷ, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ദിവിഷിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തീർച്ചയായും മുട്ടൊടിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. കാരണം ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട, അതായത് ഇതിലേറ്റവും സുപ്രധാനമായ ഒരു കണ്ണിയാണ് തഹാവൂർ റാണ. 1990-കളിൽ അദ്ദേഹം പാകിസ്ഥാൻ ആർമിയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നു. അവിടുത്തെ ഡോക്ടറായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം കാനഡയിലേക്ക് കുടിയേറുന്നത്. തുടർന്ന് കാനഡയിൽ ഒരു സ്ഥാപനം തുടങ്ങുന്നു. അതൊക്കെ ISIയുടെ അഥവാ പാക് ചാരസംഘടന ഒരു കവറായിരുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ ഇനി വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അടിക്കടി അദ്ദേഹം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുകയും, അതായത് ഈ മുംബൈ ഭീകരാക്രമണം നടക്കുന്നതിന് തൊട്ടു മുമ്പ് നിരവധി തവണയാണ് തഹാവൂർ റാണ ഇന്ത്യയിലെത്തിയത്. അദ്ദേഹം മുംബൈയിൽ മാത്രമല്ല, നേരത്തെ ഈ ലോക്നാഥ് ബെഹ്റ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ കൊച്ചി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വന്നു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യം? ഇതിനെല്ലാം പിന്നിൽ പാകിസ്ഥാൻ്റെ ചാരസംഘടന ISIയുടെ പങ്കാളിത്തമുണ്ടോ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് പുറത്തു വരേണ്ടത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പാക് വിദേശകാര്യ വക്താവ് തന്നെ ഞങ്ങൾക്ക് തഹാവൂർ റാണയുമായി ഒരു ബന്ധവുമില്ല, അദ്ദേഹം കഴിഞ്ഞ 2 പതിറ്റാണ്ടായി പാകിസ്ഥാൻ ഈ പാസ്പോർട്ട് അദ്ദേഹം പുതുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹം കാനഡയിലേക്ക് കുടിയേറിയ വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തഹാവൂർ റാണയിൽ നിന്ന് കൃത്യമായൊരു അകലം പാലിക്കുവാൻ വേണ്ടി പാകിസ്ഥാൻ ശ്രമിച്ചതിനെ നമുക്ക് ചെറുതായി കാണാൻ വേണ്ടി കഴിയില്ല. കാരണം നാളെ ഏതെങ്കിലും കാരണവശാൽ തഹാവൂർ റാണ ഈ ISIയും അതുപോലെ തന്നെ പാക് ചാരസംഘടനയും നടത്തുന്ന ഈ ഇന്ത്യയിൽ നടത്തുന്ന ഈ ഭീകര പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന സഹായത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും മറ്റും വെളിപ്പെടുത്തുകയാണെങ്കിൽ അത് പാകിസ്ഥാന് രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് മുന്നിൽ കണ്ടുകൊണ്ടാകാം ഒരുപക്ഷെ ഈ തഹാവൂർ റാണയിൽ നിന്ന് അകലം പാലിക്കുന്ന ഒരു പരസ്യ പ്രസ്താവന ഇന്ന് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നുണ്ടായതെന്ന് വേണം കരുതേണ്ടത്. ഏതായാലും ഇന്ത്യൻ അന്വേഷണ സംഘം ഈ NIA DG സദാനന്ദ് ദത്തയുടെ നേതൃത്വത്തിലുള്ള സംഘം വളരെ വിശദമായി തന്നെ ഈ തഹാവൂർ റാണയെ ചോദ്യം
ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യലിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 12 അംഗ സംഘമുണ്ട്. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട ഈ ISI നടത്തിയിരുന്ന 2000-ലും 2001-ലും 2002-ലുമൊക്കെ ഇന്ത്യയിൽ നടത്തിയിരുന്ന ഇത്തരത്തിൽ ഭീകരവാദത്തിന് നൽകിയിരുന്ന പരസ്യമായ പിന്തുണ, രഹസ്യമായ പിന്തുണ ഇത് വളരെ വേഗത്തിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കിയാണ്. സുരക്ഷ അത്രയധികം പാലിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് പതുക്കെ ലഭിച്ചു വരികയുള്ളൂ.